നമ്മൾ നാട്ടുകാരൊക്കെ പറയട്ടെ, മീഡിയ ആണ് ആദ്യം ഒരു മനുഷ്യനെ കൊല്ലുന്നത്. ഇവർ കമ്പനി ആവാൻ കാരണം ഇതൊരു മദറിലോ പോലെയല്ലോ, അവരെപ്പോഴും ടീച്ചർ സ്റ്റുഡൻറ് ആ ഒരു വൈബ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. ചിലർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടില്ലായിരിക്കും. മദറിലോ ആണ്. ഇപ്പം എന്താണ് പറയാനുള്ളത് താര മാമിനെ കുറിച്ച്? പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ അവര് ഫേസ് ചെയ്ത് ഭയങ്കര ഒരു വൃത്തിയുടെ ഫേസിൽ കൂടെ ഒരു പോകേണ്ടി വന്നത് ഭയങ്കര മോശം. ബൗണ്ടറി ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു അഭിപ്രായം പറയാൻ പാടില്ല. താര മാം ഇവിടെ അല്ലല്ലോ. അതെന്താ താര മാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നെന്താ? ഫ്രീഡം. അതല്ലെങ്കിൽ നമ്മുടെ കൂടെ എങ്ങനെ നിൽക്കും, കുറച്ച് ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കില്ലേ? കുത്തിക്കയറ്റി അങ്ങനെ ഒരാൾക്കും കൂടെ നിൽക്കാൻ ആക്ച്വലി ഇവിടെ സ്പേസ് ഇല്ല. പിന്നെ അമ്മ ആക്ച്വലി കുറച്ച് അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. എനിക്ക് തോന്നുന്നു കുറെ കമന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും റീസൺ വേണോ അവർക്ക് വൃത്തിയോട് പറയാനായിട്ട്? ചുമ്മാ വെറുതെ ഒരുപാട്. സൗഭാഗ്യയുടെ ബ്രദറിന്റെ കല്യാണത്തിന് വേണ്ടി മറ്റേ വെറുപ്പിക്കൽ സൂണ്ട് എത്തിയിട്ടുണ്ടെന്നുള്ള കമന്റ് വരെ ഞാൻ കണ്ടല്ലോ. അതിന് നമ്മൾ ഈ വെറുപ്പിക്കൽ ഉണ്ടോ അയച്ചവന്റെ വീട്ടിൽ നമ്മൾ പോയില്ല. ആദ്യം തംബ്നെയിലിട്ട് ക്യാപ്ഷൻ ഇട്ട് ഒരു മനുഷ്യനെ ഇട്ട് കൊടുക്കുന്നത്, ഓഡിയൻസിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചാനലുകാരാണ്. അതൊരു വലിയ പച്ചയായ സത്യമാണ്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഇന്നലത്തെ സാഹചര്യത്തിൽ ഇത്രയും മീഡിയ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഇന്നലെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും അമ്മ ട്രബിൾഡ് ആയി പോയാണ്. ആൻസർ ചെയ്യാതെ പോയാൽ അവർ തന്നെ വലിച്ചേറി ഒട്ടിക്കും. അമ്മ കുറേ ആവശ്യമില്ലാത്ത ന്യൂസ്, കുറേ പേര് ചുമ്മാ ആവശ്യമില്ലാത്ത കുറേ കമൻസും വേണ്ടാത്ത രീതിയിൽ ചുമ്മാ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് പോലെ തോന്നും. ഇച്ചിരി എല്ലാവരുടെയും പോലെ ഒരു ത്രേട്ടൊക്കെ കണ്ട് അങ്ങ് വിടാനുള്ളതേ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആ ന്യൂസൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അതായത് അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ ഫാമിലിയെ ഫുൾ ടേക്ക് ഓവർ ചെയ്ത് നോക്കിയത്. സ്ത്രീയെ നമ്മളിങ്ങനെ കെയർ ചെയ്ത് നിൽക്കില്ലായിരിക്കും. എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതിൽ നമ്മൾ കൊച്ചു പാവാളത്തല്ലേ നമ്മൾ ടേക്ക് ഓവർ ചെയ്യും. അവനവൻ്റെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കും. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. അർജുൻ ചേട്ടനും സൗഭാഗ്യ ചേച്ചിയാണ് രണ്ടുപേർക്കും ഷോ. താങ്ക് യു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായില്ലേ, ഒരു വിഷമം തോന്നുന്നു. ഇപ്പോഴത്തെ വിശേഷങ്ങൾ പറയൂ. ഒരുപാട് വർഷമൊക്കെ ആയിരുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെ പൊതുവെ വിശേഷം ചോദിക്കാറില്ല. ഇപ്പം എല്ലാവരും ഇപ്പം കണ്ടാലും ലൈവ് ഇന്റർവ്യൂവിലെ കാര്യമല്ല പറഞ്ഞ പൊതുവെ കണ്ട് മോൾ എന്ത് ചെയ്യുന്നു, മോളുടെ എന്ത് വിശേഷം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ വിശേഷം ആരും അന്വേഷിക്കാറില്ല. പക്ഷെ ഞാനിപ്പോ നിങ്ങളെ അന്വേഷിച്ചു. ഞങ്ങൾ പുതിയ പട്ടി എടുത്തു, അതൊക്കെയാണ് നമ്മുടെ വിശേഷം. പട്ടി എടുത്തത് നമുക്കത് വലിയ കാര്യമാണെങ്കിൽ അതൊരു വലിയ വിശേഷമായിരിക്കും. ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം അർജുനേട്ടനല്ലേ സൗഭാഗ്യം ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം പെറ്റ്സ് ആണ്. നിങ്ങളുടെ ലവ് മാരേജ് അല്ലേ? യെസ്. ഒരു ലവ് സ്റ്റോറി കേട്ടാലോ? എനിക്കൊന്നും വയ്യ. 100 പ്രാവശ്യം പറയുന്നത് നമ്മൾ. എന്നാലും ഒന്നുകൂടി പറയാം. ഇത് 50ാമത്തെ പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അവർക്ക് ഇപ്പൊ മടുത്ത് പറഞ്ഞാണ് മടുത്തല്ല, ജീവിച്ച് മടുത്തൊന്നുമില്ല. ഇഷ്ടമല്ല. ഓക്കെ, അല്ല ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മാറ്റിയൊക്കെ പറയാം. ലവ് സ്റ്റോറി സ്റ്റൈല് മാറ്റി പറയാലോ. ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റൈലൊക്കെ മാറ്റി പറയാലോ, കുറച്ച് മാറ്റി പറയാം. അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. അങ്ങനെയല്ല, ഇതല്ലേ ഉദ്ദേശിച്ചത്. പറയാം ലവ് സ്റ്റോറി. ചേച്ചി പറയാം. ചേട്ടൻ അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രേമിച്ചൊന്നും നമ്മൾ നടന്നിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരുമിച്ച് പട്ടിയെ വളർത്തി ഡാൻസ് ക്ലാസ് ഉണ്ട്, അതിനാണ് പ്രേമിച്ചതെന്ന് പറയുന്നത്. പോവഞ്ഞു. അപ്പൊ നമ്മൾ പ്രേമിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം ഡോഗ്സിനെ വളർത്തുമ്പോഴും നമ്മൾ ഡാൻസ് ക്ലാസ്സിന്റെ അവിടെ പോകുമ്പോഴൊക്കെ നമ്മൾ പ്രേമമായിരുന്നു. ഇല്ലല്ലോ, നമ്മൾ ഫ്രണ്ട്സ് അല്ലായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ നമ്മൾ അങ്ങ് വിവാഹത്തിലേക്ക് എത്തി. നല്ല ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ടെന്നുള്ളതാണ് നമ്മൾ അങ്ങ് സത്യം. നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആയിരുന്നുള്ളതാണ് സത്യം. നമ്മൾ പ്രേമിക്കാന്നൊക്കെ വിചാരിച്ചു വേറെ വേറെ ആൾക്കാരെ. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ആരും ശരിയാവണില്ല. അതുകൊണ്ട് അങ്ങ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ നമ്മൾ തമ്മിലായിരിക്കും ചിലപ്പോ കറക്റ്റ് വൈബ് സെറ്റ് ആയ മാത്രല്ലേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളത് പറഞ്ഞതും പെട്ടെന്ന് അങ്ങ്
കല്യാണം അങ്ങ് നടത്തി തന്നത്. നടത്തി അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രേമിച്ച് നടക്കാനുള്ളൊരു ആണ്. പക്ഷെ എല്ലാരും നടക്കണ്ടെന്ന് പറഞ്ഞവര് നമ്മൾ ഒരുമിച്ച് ആക്ച്വലി പ്രേമല്ലായിരുന്നു. പക്ഷെ എല്ലാരും വിചാരിച്ചിരിക്കും നമ്മൾ നേരത്തെ പ്രേമത്തിലായിരുന്നു, ഇവര് കള്ളത്തനം പറഞ്ഞു നമ്മുടെ അടുത്ത്, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. സത്യമായിട്ടും അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു താര ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അർജുൻ ചേട്ടനെന്ന് ഞാൻ പണ്ട് ഒരു ഇന്റർവ്യൂല് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് സ്വന്തമായിട്ട് പോയിട്ട് തീർച്ചയായിട്ടും സ്വന്തമായിട്ട് പൊഴുത്തണല്ല, ഇത് എന്റെ ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. എന്നെ പഠിപ്പിച്ച ടീച്ചർ തന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നതില് പിന്നെ നേരത്തെ കുറെ കഥകൾ പറഞ്ഞിരുന്നേ കോളേജിലെ. അപ്പം എന്തെങ്കിലും ഒരാൾ അല്ലേ 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 അർജുൻ ചേട്ടൻ? കോളേജിൽ ഞാൻ പറഞ്ഞിട്ടോ, എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ അറിയാം. അങ്ങനെ ഞാൻ കറങ്ങി നടക്കുന്ന ഒരാളാണ്. ഞാൻ ടെക്നോ പാർക്കിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കും ടീച്ചറിനെ അത് ഒരു കമ്പനി അല്ലെങ്കിൽ ടീച്ചറിനകത്ത് വീണ്ടും റിലേഷൻ കീപ്പ് ചെയ്യാൻ തോന്നിയത് ടീച്ചറിന് തന്നെ ഇഷ്ടമായിട്ടല്ലേ. എല്ലാ ടീച്ചർമാരും എല്ലാവരും പോയി മിണ്ടുള്ളൂ. എൻ്റെ വീട്ടിൽ തന്നെ 2 ടീച്ചർമാരെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പം നമ്മളെ പണ്ട് അതായത് 10th 12th ടീച്ചർ പഠിപ്പിച്ച ടീച്ചർ നമ്മൾ വീണ്ടും വിളിച്ച് ഇങ്ങനെ ഒരു കോൺടാക്റ്റിൽ ഇരിക്കണമെങ്കിൽ ടീച്ചർ അത്രയും കാര്യമായിട്ട് നമ്മളെ നോക്കുന്നുണ്ട്. എന്നെ മാത്രമല്ല എല്ലാവരും ടീച്ചർ കാര്യമായിട്ടാണ് നോക്കുന്നത്. ടീച്ചറിന് ഡാൻസ് ഇഷ്ടമുള്ളവരെയും ഇവരുടെ നല്ലോണം സംസാരിക്കുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടോൾക്കറ്റീവ് ആയിരുന്നല്ലേ പണ്ടേ? പിന്നെ ആണ്. ഏറ്റവും കൂടുതൽ അടിമ ഇങ്ങനെ സംസാരിക്കണേനാ. ഞാനായിരുന്നു ലീഡർ. എൻ്റെ ഞാനും പണ്ടെങ്ങനെയായിരുന്നു. എന്നെ അമ്മ വിളിച്ചിരുന്ന വഴക്കാളി അർജുൻ എന്നാണ്. ആണ്. എന്താ അങ്ങനെ? കാരണം നല്ല വഴക്കുണ്ടാക്കും. ഓ, എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ വന്നിട്ട് ആരിവിടെ വെളിയിലത്തെ ചെടിയെ വലിച്ചു പറിച്ച് കളഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ശരിയാണെന്ന് ഒരാൾ ചോദിച്ചാൽ എല്ലാവരും വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും, നമ്മളല്ലാത്ത പോലെ. പക്ഷേ എനിക്ക് ഒരു 3 പ്രാവശ്യമൊക്കെ ആ ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. നമ്മളാരുമല്ല, നമ്മുടെ ബാച്ചിലുള്ള ആരുമല്ല എന്നൊക്കെ ഞാൻ ചുമ്മാ ചിലപ്പോൾ പറയും. എനിക്കങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റില്ല, ആൻസർ ചെയ്യും. അപ്പൊ തർക്കുത്തരം പറയുന്ന പോലെ തോന്നും. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പം ഈ കമന്റ് പറഞ്ഞ പോലെയാണ് ഈ ബോഡി ഷേമിങ്. ചേച്ചിക്ക് ഒരുപാട് അത് ആൾക്കാർക്ക് ഈ ബോഡി ഷേമിങ് എന്താണെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ. ചുമ്മാ നമ്മളെ കാണുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരു വന്നിട്ട് പറയണം തടിയെ കുറച്ച് കുറയ്ക്കണം കേട്ടോ, വണ്ണം വയറെ കൂടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഇവർക്ക് എന്ത്? നമ്മൾ തിരിച്ച് ചെന്നിട്ട് ഒരു ഫാമിലിയിൽ ചുമ്മാ നമ്മൾ സെലിബ്രിറ്റി അല്ലേ ആണോ എന്തോ ആയിരുന്നു ഒരു ഫാമിലി ചുമ്മാ വൈഫാണോ നല്ല വണ്ണം ഉണ്ട് കേട്ടോ, വൈഫിന് ഒന്ന് വണ്ണമൊക്കെ കുറയ്ക്കാൻ പറയും. തോന്നൂലായിരിക്കും. ആര് പറഞ്ഞു തോന്നൂലെന്ന് അവർക്ക് അപ്പം ദേഷ്യം വരുമല്ലോ. നമ്മളിങ്ങനെ ആയതുകൊണ്ട് നമ്മൾ സഹിക്കണം എന്നുള്ളതാണ്. അതെ, ഈ ഡെലിവറി ടൈം ആയപ്പോൾ എനിക്ക് തോന്നുന്നു നോർമലി എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ വണ്ണം വെക്കാറുണ്ടാവും. ആ ഒരു പ്രശ്നമാണ് എല്ലാവരും അതിനെങ്ങനെ. നമ്മൾ അങ്ങനെ ഒരിക്കലും ഒരാളത്ത് പറയാൻ പാടില്ല. ആ ആൾ വണ്ണം വെക്കുന്ന ചിലപ്പോൾ ആഹാരം കഴിക്കുന്നതുകൊണ്ടായിരിക്കില്ല, പുള്ളിക്ക് എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നമാണെങ്കിലോ. അതെ, നമ്മളങ്ങനെ വണ്ണം മാത്രമല്ല കേട്ടോ, എല്ലാ ബേസിസിലും ഒരാളുടെ അപ്പിയറൻസിനെ പറ്റിയൊക്കെ ഇതൊക്കെ ഇനി ഒരുപാട് വർഷം എടുക്കും ആൾക്കാർ മനസ്സിലായി മാറി വരാനൊക്കെ ഒരുപാട്. അപ്പോൾ ഈ ലോകം അവസാനിക്കുകയും ചെയ്യും. അതുവരെ ഇതൊന്നും മാറാൻ പോണില്ല. ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഇത് ഇങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത് പഠിക്കുന്നതാണ് ബെറ്റർ. പക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചേച്ചി അതൊന്നും ബോധേടാവാതെ ഡാൻസ് പിന്നെ അല്ലേ കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് കയറത്തില്ല. ഒരു പേടിയാണ്, കാരണം അറിയാലോ വലിയൊരു മീനിങ്ങും ഇല്ല സോഷ്യൽ മീഡിയയിൽ. നമ്മളങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിന്നേ പറ്റൂ. എന്തൊക്കെ പറഞ്ഞാലും ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അത് ശരിക്കും അത് അനുഭവിക്കുന്ന ആൾക്കാരിൽ ഒരാളും കൂടി ഞാനാണ്. എന്നെ കാണുമ്പോൾ എന്തെന്ന് വെച്ചാൽ വണ്ണം വെച്ചിരിക്കണേ, എന്താ അങ്ങനെ ഇരിക്കുന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അത് കേൾക്കുമ്പോൾ ഒരു നമുക്ക് സത്യം ചേട്ടൻ പറഞ്ഞ പോലെ സിൽവർ സ്റ്റാലോൺ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മെലിഞ്ഞിരുന്ന ആൾക്കാരേക്ക് നമുക്ക് ഒരു ജീവിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് വണ്ണം വെച്ചിരുന്ന പറയും എന്തോന്നിനുള്ള വണ്ണം വെച്ചിരിക്കണമെന്ന് പറയും. മറ്റേ റിച്ച് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് പോയാൽ അവൻ ഭയങ്കര ഷോ ഓഫ് ആണെന്ന് പറയും. സിമ്പിളായിട്ട് പോയാൽ അവൻ നിവൃത്തിയില്ല, അത് പോവർട്ടി ആണെന്ന് പറയും. നമ്മൾ ഇത് നോക്കി നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അതാണ്. എന്താ പറയാനുള്ള വൈഫിന്റെ ഡാൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് എൻ്റെ ഭാര്യ ഇത് എൻ്റെ വൈഫാണ്. ഞാൻ ഈ കൊച്ചിനെ ഒരു 5ാം ക്ലാസ് തൊട്ട് കാണാണ്. അപ്പം തൊട്ടേ ഇത് ഡാൻസ് കളിക്കുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഇന്നലത്തേക്ക് എനിക്ക് തോന്നുന്നു. എന്നാലും ഒരു സ്പെഷ്യൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും നമ്മൾ എന്തിനും ഡാൻസ് കളിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു മോളുണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു മാമിനെ മാത്രം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് വരാത്തത്. പ്രത്യേകിച്ച് ഇന്നലത്തെ സാഹചര്യത്തിൽ ഇത്രയും മീഡിയ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഇന്നലെ അമ്മ വന്നിരുന്നെങ്കിൽ ശരിക്കും ട്രബിൾഡ് ആയി പോയേനെ, പെട്ടുപോയനെ ശരിക്കും അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ആൻസർ ചെയ്യാതെ പോയാൽ അവർ തന്നെ വലിച്ചേറി ഒട്ടിക്കും. താര കല്യാണം സംസാരിച്ചില്ല, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ഈ ബോഡി ഷേമിങ് നമ്മൾ നാട്ടുകാരൊക്കെ പറയട്ടെ, മീഡിയ ആണ് ആദ്യം ഒരു മനുഷ്യനെ കൊല്ലുന്നത്. മീഡിയ കൊന്നു കഴിഞ്ഞിട്ടേ ആൾക്കാർ വരാറുള്ളൂ. ആദ്യം തംബ്നെയിലിട്ട് ക്യാപ്ഷൻ ഇട്ട് ഒരു മനുഷ്യനെ ഇട്ട് കൊടുക്കുന്നത്, ഓഡിയൻസിനോട്ട് ഇട്ട് കൊടുക്കുന്നത് ചാനലുകാരാണ്.
അതൊരു വലിയ പച്ചയായ സത്യമാണ്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. ഇന്റർവ്യൂ വേണം ഇന്റർവ്യൂ ഇട്ടിട്ട് അതിൽ ആരെയും ചീത്ത വിളിച്ച് ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് വെക്കുന്ന പിൻ ചെയ്ത് വരെ ഇടാറുള്ളതാണ് ചില ചാനലുകൾ. ഞാൻ പറയുന്നത് ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ചാനലാണ്, എന്നിട്ടാണ് ബാക്കി ആൾക്കാർ വരുന്നത്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരുപാട് പേര് നല്ല കമന്റ് പറയുന്നുണ്ട്. നമ്മൾ അത് നോക്കിയാൽ പോരെ. ഒരു 17 കമന്റ് നല്ല കമന്റ് നോക്കിയപ്പോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കമന്റ് എന്തുവാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കമന്റ്? അങ്ങനെ ഭയങ്കര ഇവരെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ കമന്റ് നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു മോളെ കുറച്ച് അന്വേഷിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നാറില്ലേ? എനിക്ക് എന്റെ പെറ്റ്സിനെയൊക്കെ അന്വേഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ അത്രയും കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. എന്റെ ഡോഗ്സിന്റെ പേരൊക്കെ പറഞ്ഞ് ബ്രീഡൊക്കെ പറഞ്ഞൊക്കെ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. ഡോഗ് ലവറാണ്, അത്രയും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വർക്കിന് പോയപ്പം ഇതുപോലെ ഞാൻ വർക്കിന് പോയ പ്ലേസിലെ ബാക്കിയുള്ളവരുടെ ഡോഗ്സിന്റെ അടുത്ത് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. അവൻ ഡോഗ് വളർത്തുന്ന ആളാണെന്ന് പറയുമ്പോൾ എപ്പോഴും അറ്റാച്ച്മെന്റ് തോന്നുമെങ്കിലും അവരുടെ ഡോഗ്സിനെ കുറിച്ച് ഞാൻ കൺസേൺ അല്ല. പക്ഷെ ആൾക്കാർ നമ്മളിതിങ്ങനെ സൗഭാഗ്യം ഇപ്പോൾ പറഞ്ഞ പോലെ ചോദിക്കുന്ന കണ്ടപ്പോഴാണ് ഞാനും ആ സ്വഭാവം തിരിച്ച് ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ ഡോഗ്സിന്റെ കാര്യമൊക്കെ ചോദിക്കുക, അവർ വളർത്തുന്ന കാര്യമൊക്കെ ചോദിക്കണം. മറ്റേ ഞാൻ വളർത്തുന്നു, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇരിക്കുന്നു, അങ്ങനെയായിരുന്നു. ക്രിസ് വേണുഗോപാൽ സാറിന്റെ വിവാഹമായിരുന്നല്ലോ. വേണുഗോപാൽ സാർ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്, മീൻസ് റിലേറ്റീവ് ആണെന്നുള്ളൊരു പറയുന്നതൊക്കെ തെറ്റായി. ഓൺലൈൻ പറയുന്നതൊക്കെ പൊട്ടാ തെറ്റാണ്. ഇതിന്റെ ചാനലിന്റെ പേരെന്തോന്നു? എന്താണ് സംഭവം നമുക്ക് വിശദീകരിച്ച് അല്ല, അതിനകത്ത് സൗഭാഗ്യയുടെ അച്ഛന്റെ ബ്രദറാണ്. സൗഭാഗ്യ കല്യാണം കഴിഞ്ഞ് ശ്രീകണ്ഠേശ്വരത്താണ് താമസിക്കണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ആര് പറഞ്ഞത്? അവർക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞത് ചുമ്മയാണ്. എനിക്ക് ആ ചാനൽ കണ്ടത് കണ്ടുകൂടാ. അത് ആർക്കാണ് ഇഷ്ടം? അത് പണ്ട ചാനലാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ കേട്ടോ. അല്ല, നിന്റെ ഡാഡിയുടെ ഫോട്ടോ ഒക്കെ എൻ്റെ പോലും ഇല്ല. ഫോട്ടോ ഒന്നും പറഞ്ഞു. ചേച്ചിയുടെ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോനാണ് ഈ കണ്ണൻ ചേട്ടൻ, അല്ലാതെ അച്ഛൻ്റെ ബ്രദറൊന്നും അല്ല. പല എല്ലാവരും അങ്ങനെ ബ്രദറാണെങ്കിൽ ബ്രദറായിട്ട് കൂടി കല്യാണത്തിന് പോയില്ല എന്തെല്ലാം, എന്നിട്ട് റിസപ്ഷന് പോയപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. ചുമ്മാ കുറേ ആവശ്യമില്ലാത്ത ന്യൂസ്. ആ കല്യാണമേ കുറേ പേര് ചുമ്മാ ആവശ്യമില്ലാത്ത കുറേ കമൻസും വേണ്ടാത്ത രീതിയിൽ ചുമ്മാ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് പോലെ തോന്നുന്നു. ആക്ച്വലി എല്ലാവരുടെയും പോലെ ഒരു കല്യാണം അത്രയായിട്ടൊക്കെ കണ്ട് അങ്ങ് വിടാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, വിവാഹത്തിന് പോയിട്ടുണ്ടായിരുന്നു, വിവാഹ ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. ട്രാവൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ പോവാത്തതിനാണ് ഈ ഇത്രയും കഥ ഉണ്ടാക്കിയത്. അച്ഛന്റെ ബ്രദറായിട്ട് കൂടി പോയില്ല. എനിക്ക് പറയുന്ന അച്ഛൻ്റെ ജ്യേഷ്ഠന്ന്. എൻ്റെ അച്ഛനെ ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ എത്ര വയസ്സായിക്കാണ്? ചേട്ടാ 60 വയസ്സായിക്കാണ്. അച്ഛൻ്റെ ചേട്ടനായ കണ്ണൻ ചേട്ടന് 49. ജ്യേഷ്ഠന്ന് ആദ്യം എൻ്റെ ശരിയാണ്, ഏറ്റവും ഇളയ ബ്രദറാണ് കണ്ണൻ ചേട്ടൻ. ഇപ്പം ചേച്ചിയുടെ കസിൻ ആണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അത് ആക്ച്വലി കസിൻ കല്യാണം. അപ്പം എന്താണ് മുറച്ചെറുക്കൻ്റെ കല്യാണത്തിന് പോകാത്ത എന്തെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് സത്യം പറഞ്ഞ ഇപ്പോഴാണ് മുറച്ചെറുക്കൻ നല്ല ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആ ന്യൂസൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അതായത് അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ ഫാമിലിയെ ഫുൾ ടേക്ക് ഓവർ ചെയ്ത് നോക്കിയത് കണ്ണൻ ചേട്ടനാണ്. ഇങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ചുമ്മാ ഒരു വാർത്ത ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് എന്നെ എൻ്റെ അമ്മയൊക്കെ നോക്കിയത് കണ്ണൻ ചേട്ടനാണെന്ന്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കണ്ണൻ ചേട്ടൻ ഞാനും പറഞ്ഞില്ല, ഇത്രയും വയസ്സ് വ്യത്യാസമാണ്. നമ്മൾ അങ്ങനെ ഭയങ്കര കമ്പനി അങ്ങനെയൊന്നും അല്ല, ഫാമിലി റിലേറ്റീവാണ് അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടി എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനുണ്ട് അശോക്, അവന് ഞാനും സെയിം ഏജാണ്. അവനൊക്കെ ആയിട്ടാണ് ഞാൻ കമ്പനി ആയിട്ടുള്ളത്. അപ്പൊ കണ്ണൻ ചേട്ടനെ ഞാൻ ലാസ്റ്റ് എപ്പോഴാണ് കാണുന്നത്? കണ്ണൻ ചേട്ടൻ്റെ അമ്മയായിട്ട് അതെ, കണ്ണൻ ചേട്ടന് ഞാനും അങ്ങനെ വലിയ കമ്പനി ഒന്നുമല്ല. ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അച്ഛൻ മരിക്കുന്ന സമയവും അത് കഴിഞ്ഞ് എൻ്റെ അമ്മൂമ്മ മരിച്ച സമയവും അപ്പോഴൊക്കെ ഞാൻ കണ്ണൻ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. പുള്ളി ഭയങ്കര നമ്മളെ പോലത്തെ ആളല്ലല്ലോ. പുള്ളി ഭയങ്കര ചിരിച്ച് കളിച്ച് നമ്മുടെ ഒരു രീതിയിൽ നടക്കുന്ന ആളായിട്ട് തോന്നിയായിരുന്നു. പുള്ളിക്കാരൻ കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ടുള്ള. ചേച്ചി ഞാൻ ഒരു 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷെ ചേച്ചി ഭയങ്കര കമ്പനി ആയിരുന്നു. കണ്ണൻ ചേട്ടൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ ചേച്ചി അപ്പച്ചിയില്ലേ, ഞാൻ അത്തയെന്നാണ് വിളിക്കുന്നത്. അത്തയും ഞാനും ഭയങ്കര ക്ലോസ് ആണ്. അതെ, നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ചുമ്മാ വേറെ കുറെ ന്യൂസ് അതൊന്നും പുള്ളിയുടെ അച്ഛനുമായിട്ടൊക്കെ നമ്മൾ കാണാറൊക്കെ. നമ്മൾ എറണാകുളത്ത് പോകുമ്പോൾ അവർക്ക് എറണാകുളത്ത് താമസിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി കാണാറൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൻ ചേട്ടനായിട്ട് സ്വാഭാവികമായിട്ട് കമ്പനിയില്ല, കമ്പനിയില്ല, നമുക്ക് അവസരം അല്ല. അതുകൊണ്ട് റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ് വന്നതിന് കുഴപ്പമൊന്നുമില്ല. ന്യൂസ് ചുമ്മാ എന്തോ പറയുന്നു, മറ്റേ അച്ഛൻ്റെ അനിയൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല. പുള്ളി അങ്കിളാണ്, പക്ഷെ പുള്ളി ഇവരുടെ തരത്തിൽ നിൽക്കും. കാര്യം പുള്ളി കാണാനും അത്രയും യങ്ങായിട്ടാണ് ഇരിക്കുന്നത്. ചിന്താഗതി അത്രയും സിമ്പതി ലെവലിലോട്ടൊക്കെ കൊണ്ടുപോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഫാമിലി ഫുൾ നോക്കിയത് കണ്ണൻ ചേട്ടനാണ്, എന്നിട്ട് നമ്മൾ കല്യാണത്തിന് പോയില്ല എന്നൊക്കെ പറഞ്ഞ് അനാവശ്യ ന്യൂസ് ഒക്കെ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
അല്ലാത്തത് അല്ല എന്ന് തന്നെ പറയണമല്ലോ. ദിവ്യ ചേച്ചി നേരത്തെ അറിയാമായിരുന്നോ? എന്തോ ദിവ്യ ചേച്ചി നേരത്തെ അറിയാമായിരുന്നു? ഇല്ല ഇല്ല, നമ്മൾ അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങനെ കമ്പനി ഇല്ല. നമ്മൾ ലൈഫ് അപ്ഡേറ്റ്സ് അപ്പം അറിയുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ കമ്പനി അല്ല. ഫാമിലിയില് ഇവരുടെ അച്ഛന്റെ ഫാമിലി ഒരുപാട് ബ്രദേഴ്സ് ഉണ്ട്. എത്ര 4 ബ്രദേഴ്സും ഒരു സിസ്റ്ററും അല്ലേ? 4 ബ്രദേഴ്സും ഒരു സിസ്റ്ററും, ടോട്ടൽ 5 പേര്. അപ്പൊ അതിൽ ഏറ്റവും മൂത്ത ആളിൽ ഒരാളാണ് ഈ അത്ത എന്ന് പറഞ്ഞത്. അപ്പൊ സൗഭാഗ്യയുടെ ഡാഡി എന്ന് പറഞ്ഞാൽ അത്തയായിട്ട് അത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്. ഒരു 20-25 ഇയേഴ്സിന്റെ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആ അത്തയുടെ മോനുമായിട്ട് എങ്ങനെ സൗഭാഗ്യം എത്രയും ഭയങ്കര പുള്ളി സൗഭാഗ്യം എടുത്തുകൊണ്ടൊക്കെ നടന്നിട്ടുള്ള അങ്ങനത്തെ ഇതാണ്. ഞാൻ ഭയങ്കര ചെറുതായിരുന്നു കണ്ണൻ ചേട്ടനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പം 19 ഇയേഴ്സിന് എന്തോ ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത് ഞങ്ങളുടെ ഫാമിലിയിൽ നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ കാണുന്ന പോലെ കസിൻസ് തമ്മിൽ ബോണ്ടിങ് അങ്ങനെയൊന്നും ഇല്ല. അല്ല, ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ഇതിൻ്റെ ഇടയിൽ ഇത് വന്നുകൊണ്ടാണ് അത്. അപ്പം ഉള്ളത് സൗഭാഗ്യയുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്, അത് ഈ കസിൻസിന്റെ ഇടയിൽ തന്നെ. അപ്പൊ നമുക്ക് ഏജ് ഡിഫറൻസിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ലൈഫ് അപ്ഡേറ്റ്സ് ഒന്നും അറിയുന്നില്ല. എന്നെ അത്തയാണ് വിളിച്ച് കല്യാണമൊക്കെ പറയുന്നത്. അത്തയും ഞാനും ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ദിവ്യ എന്ന് പറഞ്ഞ ആളാണ് കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ. അതിന് മുന്നേ എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല ദിവ്യ. അല്ല, ഇപ്പൊ റിസപ്ഷന് പോയിട്ടുണ്ട്. കമ്പനിയാണ് നേരത്തെ സൗഭാഗ്യ അശോക് എന്ന് പറഞ്ഞ സൗഭാഗ്യയുടെ വല്യച്ഛന്റെ മോനാണ് അശോക് എന്ന് പറഞ്ഞത്. നമ്മൾ ഏത് വീഡിയോ എടുത്താലും ഏത് ഫോട്ടോ എടുത്താലും അശോക് കാണും. ഇച്ചിരി വണ്ണമുള്ള ഒരാളാണ് അശോക്. പുള്ളി നമ്മൾ എപ്പോഴും എനിക്ക് അളിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അനിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്. സൗഭാഗ്യ ചിലപ്പോൾ ആഴ്ച 2 പ്രാവശ്യം ആയിരിക്കും വിളിക്കുന്നത്. നമ്മൾ ഡെയിലി സംസാരിക്കുന്ന അങ്ങനത്തെ കമ്പനിയാണ്. ഇപ്പം റിസപ്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോകൂലേ, റിലേറ്റീവ് അല്ലേ? അതാണ് ക്ലോസ് റിലേറ്റീവ് ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഡെയിലി സംസാരിച്ച് കമ്പനി അങ്ങനെയില്ല. പക്ഷേ ക്ലോസ് റിലേറ്റീവ് ആണല്ലോ. കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. ഗുരുവായൂർ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, റിസപ്ഷന് പോകാൻ പറ്റി. എനിക്ക് തോന്നുന്നു സൗഭാഗ്യ ചേച്ചിയുടെ അമ്മേനെയും കണ്ടിട്ടുണ്ട്, താരമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും എല്ലാരും അങ്ങനെ ചോദിച്ചത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അമ്മ എന്തായിരുന്നു പോവാത്തത്? അമ്മ ഇപ്പൊ കല്യാണം ഫംഗ്ഷൻസ് അങ്ങനെ പോകാറില്ല. എവിടെ പോയാലും അമ്മ അടുത്ത് ഈ സൗണ്ടിന്റെ കാര്യം സംസാരിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുള്ള ഒരാളെ കൊണ്ട് ഇങ്ങനെ ഒരു 100 തവണ പറയിപ്പിച്ചുകൊണ്ടിരിക്കും. എന്ത് പറ്റി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പോകാറില്ല. നമുക്കിപ്പോ ഒരാൾക്ക് സൗണ്ടിന് പറ്റുന്നില്ല, ഇതായിട്ട് എടുക്കുകയല്ല. അതായത് എന്ത് പറ്റി നോക്കുമ്പോൾ അയ്യോ എനിക്ക് ഒട്ടും വയ്യ അങ്ങനെ പറയുന്ന ഒരാളല്ല. അപ്പം പറയുന്ന ടീച്ചറിന് ചെറുതായിട്ട് വിഷമം വരും. അപ്പം എന്താ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് സൗണ്ട് ഇല്ല ഇങ്ങനെ പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പൊതുവെ അങ്ങനെ ഭയങ്കര കോമൺ സെൻസ് നോക്കാറില്ലല്ലോ. ഇപ്പോൾ ഒരാൾക്ക് സൗണ്ടിന് ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ അറിയാമല്ലോ മീഡിയ ആകുമ്പം അവരങ്ങനെ വിടില്ല. അവർ വന്ന് എന്ത് പറ്റി സൗണ്ടിനൊന്നും പറയിപ്പിക്കും, എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്തെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സീൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് ഫങ്ഷൻസ് അങ്ങനെ അറ്റൻഡ് ചെയ്യാത്തത്. ഇപ്പം സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പം ക്ലോസ്ഡ് അല്ലെങ്കിൽ പോലും സാറിനെ കുറിച്ചും ദിവ്യ ചേച്ചിനെ കുറിച്ചും പറയാനാണെങ്കിൽ എന്താ പറയാനുള്ളത്? 2 പേർക്കും നല്ല ലൈഫ് കിട്ടട്ടെ. 2 പേരും നല്ല രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നുള്ളത് തന്നെ പ്രാർത്ഥന. ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കുറെ കമന്റ്സ് ഒക്കെ ഉണ്ട്, സെക്കൻഡ് മാരേജ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം എന്ന് ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ടാണ് ഇത്രയും കേൾക്കുന്നതെന്നൊക്കെ. സെക്കൻഡ് മാരേജ് അല്ല, ഒരു ഫസ്റ്റ് മാരേജ് ആണെങ്കിൽ പറയാനുള്ളവർ എന്തായാലും പറയും. അതെ, സെക്കൻഡ് മാരേജ് അങ്ങനെയൊന്നും ആൾക്കാർക്ക് എന്തെങ്കിലും റീസൺ വേണോ അവർക്ക് വൃത്തിയോട് പറയാനായിട്ട്? ചുമ്മാ വെറുതെ ഒരുപാട് സൗഭാഗ്യയുടെ ബ്രദറിന്റെ കല്യാണത്തിന് വേണ്ടി മറ്റേ വെറുപ്പിക്കൽ സൂണ്ട് എത്തിയിട്ടുണ്ടെന്നുള്ള കമന്റ് വരെ ഞാൻ കണ്ടല്ലോ. അതിന് നമ്മൾ പിന്നെ നമ്മളെ ഒരു ബ്രദറിന്റെ കല്യാണത്തിന് നമ്മൾ പോകാതിരിക്കുമോ? ഇപ്പോൾ വെറുപ്പിക്കൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിയുടെ കാര്യമില്ലേ? നമ്മൾ ഈ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അയച്ചവൻ്റെ വീട്ടിൽ നമ്മൾ പോയില്ലല്ലോ കല്യാണത്തിന്, അവൻ്റെ വീട്ടിൽ വെറുപ്പിക്കാൻ. അതുകൊണ്ട് അത് ഈ കമന്റൊന്നും ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി ഒരു കണ്ണൻ ചേട്ടനും അല്ലെങ്കിൽ പുള്ളിക്കാരും കമ്പനിയായിരുന്നു, ഞാൻ ഒന്നിനും റിയാക്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളായിരുന്നു. നിങ്ങളെന്തിനും ഇതൊക്കെ ബോധർ ചെയ്യണമെന്ന് ചോദിക്കുള്ളൂ. കാര്യം അവർ പലതും തീരുമാനിച്ചിട്ടേക്ക് ഒരു കല്യാണം കഴിക്കുന്നത്. അതിന് നമ്മളൊരു ഔട്ട്സൈഡറാണ് നമ്മളടക്കം. അപ്പം നമ്മളാരതിനകത്ത് പറയാൻ ഇപ്പം നമ്മളാണെങ്കിൽ കേൾക്കൂ, ഒരാൾ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ജീവിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കൂ. അഭിപ്രായം പറയുന്നതിന് ഒരു ബൗണ്ടറി ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു അഭിപ്രായം പറയാൻ പാടില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞാൽ അവര് ഫേസ് ചെയ്ത് ഭയങ്കര ഒരു വൃത്തിയുടെ ഫേസിൽ കൂടെ അവർ പോകേണ്ടി വന്നത് ഭയങ്കര മോശം. അവർ രണ്ടൊരു കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോൾ അവരത് പോയിട്ട് ഈ കളവനെ കിട്ടിയോളാന്ന് ചോദിച്ചാൽ അതൊക്കെ ഭയങ്കര പുള്ളിയുടെ ഇഷ്ടമാണ്. അത് പുള്ളി എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത്. ഒരാൾ വൈറ്റ് ഹെയറും വൈറ്റ് താടിയും വെച്ച് നടക്കുന്ന ഒരാൾ ഒരു 500 രൂപ ഡൈ വാങ്ങിച്ചടിക്കാൻ പുള്ളിക്ക് വകുപ്പില്ലെന്നാണ്. പുള്ളിക്ക് അത് വേണ്ട, അത് പുള്ളി ഇഷ്ടത്തിൽ കളയുന്നത് അത്രേ ഉള്ളൂ. പിന്നെ ഓൾറെഡി ആ ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുകയല്ലേ സീരിയലില്, അപ്പം ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. പിള്ളേരൊക്കെ കണ്ണൻചേട്ടൻ എനിക്ക് ഒരു ഇന്റർവ്യൂ പറഞ്ഞാൽ കേട്ടു, പിള്ളേരെയൊക്കെ വെച്ച് സംസാരിച്ചത് അതൊക്കെ ഭയങ്കര മോശമായി പോയി. അവനവൻ്റെ വീട്ടിലെ മക്കളുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കുമോ? അതൊക്കെ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല.
ഇത് അർജുൻ ചേട്ടൻ്റെ വീട് തന്നെയാണോ? അത് നമ്മൾ റെന്റഡ് ആണ്. റെന്റഡ് ഹൗസ് ആണ്. താര മാം ഇവിടെ അല്ലല്ലോ. അല്ലല്ല, അത് നമ്മളെ വീടാണ്. അതെന്താ താര മാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാ? നമ്മുടെ കൂടെ എങ്ങനെ നിൽക്കും? ഫ്രീഡം ആണ്. പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ കൂടെ എങ്ങനെ നിൽക്കും? കുറച്ച് ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കില്ലേ? നമ്മൾ വീട്ടിൽ ഓൾറെഡി ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്. അപ്പം കുത്തിക്കയറ്റി അങ്ങനെ ഒരാൾക്കും കൂടെ നിൽക്കാൻ ആക്ച്വലി ഇവിടെ സ്പേസ് ഇല്ല. പിന്നെ അമ്മ ആക്ച്വലി കുറച്ച് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അമ്മമ്മയും അങ്ങനെയായിരുന്നു. അമ്മ ഇപ്പം വിളിച്ചോണ്ട് നമ്മളെപ്പോഴും ഡെയിലി കാണാം, നമ്മൾക്ക് ഇപ്പോൾ കണ്ടില്ല. ഇപ്പോഴും ടീച്ചറോടെ ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണ്. അല്ലാതെ നമുക്ക് എല്ലാവർക്കും അതാണ് താമസിക്കാൻ അമ്മയ്ക്ക് അമ്മയുടേതായ ഏരിയ, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ എല്ലാ കാര്യത്തിനും അർജുൻ ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറയുന്നത്. നമുക്കങ്ങനെ എനിക്കങ്ങനെ ഞാൻ സൗഭാഗ്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനും അങ്ങനെ തന്നെയാണ്. സൗഭാഗ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് ഞാനും അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് കുറേ നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പം സൗഭാഗ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി എനിക്കിതുവരെ വന്നു. സൗഭാഗ്യം എന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ചോദിക്കണം. അങ്ങനെ നമുക്കങ്ങനെ വരാത്തതിൻ്റെ കാര്യം നമുക്ക് കോമൺ ഇൻട്രസ്റ്റ് നമ്മുടെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ രണ്ടുപേരും കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നവരാണ്. അപ്പോൾ സൗഭാഗ്യം എന്തുകൊണ്ട് നേരത്തെ എണീറ്റ് മോളെ നോക്കില്ലെന്ന് നീ ചോദിക്കാൻ, ഞാൻ എണീറ്റല്ലേ ചോദിക്കാൻ പറ്റും, ഞാനേ എണീക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പം ഞാൻ എണീക്കുന്ന കാര്യം പറഞ്ഞതല്ല, ഞാൻ പൊതുവെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ വർക്കിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ചാടി എണീറ്റ് നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അതുപോലെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് എനിക്ക് മോളെ മിസ് ചെയ്യണം, അത് കൊണ്ടുപോകാമെന്ന് ഞാൻ സൗഭാഗ്യമായിട്ട് പറഞ്ഞതല്ല. അത് ചെയ്യണമെന്ന് സൗഭാഗ്യം വിചാരിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഇത് പറയേണ്ടി സപ്പോർട്ട് ആയിട്ട് നിൽക്കേണ്ടിയൊന്നും വന്നിട്ടൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആവും. നല്ല ഫ്രണ്ട്സാണ് ഒരുമിച്ച് ജീവിക്കുന്നെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മെനക്കെട്ട് നമ്മൾ എഴുന്നേറ്റ് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകേണ്ട ആവശ്യം വരത്തില്ല. രണ്ട് ഫ്രണ്ട്സാണ് ഒരുമിച്ച് ജീവിക്കുന്നെങ്കിൽ. അങ്ങനെ ഇപ്പം അതുപോലെ തന്നെയാണ് താരാമാമിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം നല്ലൊരു പാരന്റിങ് ആയതുകൊണ്ടാണ് ചേച്ചിയും ഇങ്ങനെ മകളെ അങ്ങനെ നോക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്രെഡിറ്റ് മാമിന് എന്തായാലും തീർച്ചയായിട്ടും കൊടുക്കണം. അമ്മ എന്ന നിലയ്ക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോഴാണ് കുറെ കൂടെയൊക്കെ റിയലൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്ക് ബേബി ഉണ്ടാവുന്നതിന് മുന്നേ എന്താ അമ്മ ഇങ്ങനെയെന്ന് ആലോചിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു റിയലൈസേഷനും കൂടെയാണ്. അവനവന് കുട്ടി ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുകയുള്ളൂ. ഓരോ ദിവസവും ഞാൻ താങ്ക് ചെയ്യാറുണ്ട്. അമ്മ എന്ത് നന്നായിട്ടാണ് നമ്മളെ വളർത്തിയിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഒരു റിയലൈസേഷനാണ്. അപ്പം എനിക്ക് എന്നും ഞാൻ താങ്ക്ഫുൾ ആണ് അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും. അച്ഛൻ്റെ പേര് വിടാൻ പാടില്ലല്ലോ. അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഈക്വലി താങ്ക്ഫുൾ ആണ്. ഇപ്പം ടീച്ചർ എന്ന് പറഞ്ഞല്ലോ, ഇപ്പം മദറിൻലോ ആണ്, എന്നിരുന്നാൽ പോലും ടീച്ചറിന്റെ ആ സ്ഥാനം കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ആണ്. അപ്പം ചേട്ടനടുത്ത് എനിക്ക് ചോദിക്കാനുള്ള, അമ്മ ശരിക്കും നല്ലൊരു ഗുരുവല്ലേ? ചേച്ചിയുടെ അമ്മ ശരിക്കും ഒരു ഗുരുവല്ലേ? നല്ല പിന്നെ അതല്ലേ ഇവിടുത്തെ തുടക്കമേ. പിന്നെ അല്ലാതെ അപ്പം എന്താണ് പറയാനുള്ളത് താരമാമിനെ കുറിച്ച്? താരാമാമിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ 2 ടീച്ചേഴ്സിൻ്റെ കൂടെ വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. എനിക്കറിയാം ടീച്ചർമാരുടെ മൈൻഡ് സെറ്റൊക്കെ എങ്ങനെയായിരിക്കും. ഒറ്റ മകളായിട്ട് എല്ലാവരും സ്നേഹിക്കാനും അതുപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നൊരു മനസ്സ് ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ പറയണേ, ഒരു വലിയ കാര്യമല്ലേ? ചേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത്? എനിക്ക് അങ്ങനെ വലിയ കാര്യം അല്ലാത്ത സംഭവമായിട്ട് എനിക്ക്, അതായത് ഇപ്പോൾ വേറൊരാൾ അങ്ങനെ കണ്ടാലേ എനിക്കറിയാവോ. എനിക്ക് സൗഭാഗ്യമല്ലേ അറിയാമോ. സൗഭാഗ്യം ആയതുകൊണ്ട് എങ്ങനെയാണ്. അപ്പം അത് സൗഭാഗ്യയുടെ വലിയൊരു മനസ്സാണെന്ന് പറഞ്ഞാൽ അതല്ലാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല, നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മൾ സ്ട്രൈക്ക് ചെയ്യലോ ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഒറ്റ മോനല്ലല്ലോ, ഞാൻ സൗഭാഗ്യയുടെ എല്ലാ കാര്യത്തിനും ഒരുമിച്ചില്ലേ. അപ്പം ഇതിലെന്താണ് നമ്മൾ തമ്മിൽ ഡിഫറൻസ് എന്നാണ് എൻ്റെ ചോദ്യം. ആണ്. അത് പിന്നെ സാധാരണ ഭയങ്കര യങ് ആയിട്ടുള്ള കുട്ടികൾ ഭയങ്കര വിഷയക്കാരാണെന്ന് പറയില്ലേ. പക്ഷെ അർജുൻ ചേട്ടൻ അങ്ങനെയല്ല, ഭയങ്കര പാമ്പേർഡായിട്ട് അങ്ങനെയല്ല വളർന്നത്. ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. എല്ലാ യങ്ങർ ചൈൽഡിനെ പോലെ അല്ല അർജുൻ ചേട്ടൻ. അപ്പോൾ അതാണ് ചില ഡിഫറൻസസ് ഉണ്ടല്ലോ. അപ്പോൾ അർജുൻ ചേട്ടൻ ആദ്യം തൊട്ടേ എന്നെ ഇങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം പ്രത്യേകിച്ച് ഇപ്പം അയ്യോ ഇതൊരു ഭയങ്കര സംഭവം, ഒറ്റ മോളായിട്ട് ഇത്ര അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലോ എന്ന് പറയാൻ. ഒറ്റ മോളും 2 മക്കളും ഒക്കെ ആണെങ്കിലും ഓരോ ആൾക്കാരുടെ ഇതുപോലെ ഇരിക്കും. അതെ, നമ്മൾ ചെന്ന് കയറുന്ന ആംബിയൻസ് പോലെ ഇരിക്കും. ഈ ഒരു ആംബിയൻസ് അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും കറക്റ്റ് സൗഭാഗ്യം തന്നെയാണ്. സൗഭാഗ്യം ഇന്ന് വരെ ഏറ്റവും കറക്റ്റ് ഞാൻ തന്നെയാണ്. എന്നല്ലേ എനിക്ക് പറയാം. അല്ല സൗഭാഗ്യം കറക്റ്റ് ഞാനായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. സന്തോഷം. 5 years ആയിട്ടും അങ്ങനെ തന്നെ പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. സാധാരണ 5 years ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ മാറ്റി പറയും. പക്ഷെ 5 years ആയിട്ടും ഇങ്ങനെ തന്നെ പറയുന്നത് കേൾക്കുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് മാറ്റാനായിട്ട് ചിന്തിക്കാൻ പോലും ഭയങ്കരമായിട്ട് എൻ്റെ ഇതില് സൗഭാഗ്യമല്ല വേറെ ആൾക്ക് ഞാൻ കറക്റ്റ് ആയിരിക്കില്ല. ആണ്. ഞാനാ പിന്നെ അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണ്. അതെ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒന്നിച്ചു പോകാൻ പറ്റുക. അത് നിങ്ങൾ രണ്ടുപേരുടെ
എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്ര ഡീപ്പാണെന്ന് പറഞ്ഞാൽ പറഞ്ഞേട്ടാ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ട് എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കൊള്ളാമോ ആ പെൺകുട്ടിയെ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന അത്രയും ലെവലിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ. അതെല്ലായിടത്തും ഉണ്ട്, കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും പറയേണ്ടത് എനിക്ക് എൻ്റെ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞതുപോലെ. പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് കണ്ടിട്ട് എന്ത് തോന്നണം എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെ പ്രത്യേകിച്ച് നമ്മുടെ എനിക്ക് ഇഷ്ടംപോലെ റിലേഷൻഷിപ്പിനെ പറയാനുണ്ട്. പറ്റിയേ പറയാനുള്ളൂ. ഞാൻ അങ്ങനെ അധികം അത്രയും ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട് സർക്കിളിലും ഇല്ല. അപ്പം എനിക്കിത് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് എപ്പോഴും മാരേജിൽ. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ മീനിങ് അങ്ങനെയല്ല. എനിക്ക് സൗഭാഗ്യയെ കുറിച്ചൊന്നും പറയാൻ ഇല്ല എന്നല്ല. വേറെ സൗഭാഗ്യം ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയാം. സൗഭാഗ്യം ഇതിൽ നിന്ന് മാറ്റി ചെയ്താലേ ഞാൻ അന്തം വിടുള്ളൂ. അതാണ് ഇപ്പൊ മാറിയാലേ ചേട്ടൻ ഇത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് തോന്നുന്നു. ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞിലെ മുതലേ കാണാൻ തുടങ്ങിയതാണെന്ന്. എനിക്ക് തോന്നിയ ഒരു സംഭവമുണ്ട്. അതായത് ഞാനും എല്ലാവരെയും പോലെ വിചാരിച്ചിരുന്നു സിംഗിൾ ചൈൽഡാണെങ്കിൽ കുറച്ച് ഷെയറിങ് കെയറിങ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് അങ്ങനെയുള്ളവരെ അറിയാം. സ്വന്തം കാര്യം ചിന്ത വന്നു നിൽക്കുന്ന സിംഗിൾ ചൈൽഡിനെ അറിയാം. മീൻസ് ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ. സെൽഫിഷ് ഒന്നുമല്ല, അവർക്ക് അതാണ് ചേരുന്നത്. അല്ല, പൊതുവെ എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഒറ്റ മോളാണെന്ന് പറയുമ്പോൾ അവർ ആദ്യമേ അങ്ങ് വിധി എഴുതും, ഓ ഭയങ്കര സെൽഫിഷ് ആയിരിക്കും അങ്ങനത്തെ. അല്ല, ഞാൻ ആ സെൽഫിഷ് എന്ന് പറയും കാരണം എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് ഞാനും പറഞ്ഞത്. അപ്പം ഇത് ഞാൻ രണ്ടുപേരായിട്ട് വളർന്നിട്ടും സൗഭാഗ്യം ഒരാളായിട്ട് വളർന്നിട്ടും ഏകദേശം നമ്മൾ ഒരുപോലെ തന്നെയാണ്. അതിലൊന്നും കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പ്രശ്നക്കാരാണെങ്കിൽ അവർ എങ്ങനെ രണ്ടുപേരായിട്ട് വളർന്നതും പ്രശ്നമായിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ക്രെഡിറ്റ് എന്തായാലും താരമാമിന് കൊടുക്കണം. കാരണം അങ്ങനെയും നോക്കിയത് കൊണ്ടാണ് ഈ ഷെയറിങ് കെയറിങ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമാണ് കൂടുതൽ. എനിക്കാണ് ഷെയറിങ് ഒന്നും ഇല്ലാത്തത്. ചേട്ടാ അങ്ങനെ രണ്ടുപേരായിട്ട് വളരുമ്പോഴല്ലേ നമുക്ക് ഈ ഒരു അതെന്റത് ഇത് നിന്റെ എന്നൊക്കെയുള്ള സംസാരമുള്ളൂ. അതെന്തെന്ന് പറഞ്ഞാൽ ഒരു കാരണം എൻ്റെ ചേട്ടൻ ഞാനുമായിട്ട് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. നേരത്തെ മറ്റേ കണ്ണൻ ചേട്ടൻ ഐ മീൻ ക്രിസ് വേണുഗോപാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലെ അങ്ങനെയാണ്. എൻ്റെ ചേട്ടന് ഞാനോട്ട് ഒരു 13 years ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഷെയർ ചെയ്ത് കെയർ ചെയ്യണമെങ്കിൽ ഇപ്പോഴാണ്. അല്ല അവൻ്റെ ചേട്ടൻ്റെ ഷർട്ട് എനിക്കന്ന് ഇടാൻ പറ്റില്ലല്ലോ. ചേട്ടൻ മറ്റൊരു പേരന്റിനെ പോലെ തന്നെയായിരുന്നു. ഇപ്പം അത് പറയുകയാണെങ്കിൽ ഇപ്പം ചേട്ടന് അച്ഛൻ്റെ സ്ഥാനമായിരിക്കും. ഇപ്പം ചേച്ചിക്കും ഏറ്റവും വലിയൊരു നഷ്ടം അച്ഛൻ്റെ കാര്യമായിരിക്കും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് അത് പറയാതെ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കേ അല്ല. അത് ഭയങ്കര ഒരു വലിയ നഷ്ടമാണ്. അത് സ്റ്റിൽ നമുക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്ത് ചെയ്താലും അത് മാത്രമേ എനിക്ക് സൗഭാഗ്യയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരുമയാണ്. കാര്യം അച്ഛൻ മരിച്ചപ്പോഴേ സൗഭാഗ്യ ഡൗൺ ആണ്. അത് കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അപ്പം സൗഭാഗ്യം പെട്ടെന്ന് ഭയങ്കര ഹാപ്പിയായി. സൗഭാഗ്യം മാത്രമല്ല ടീച്ചർ എല്ലാവരും. കാര്യം നമ്മളെ ഫാമിലി പെട്ടെന്ന് ഭയങ്കര വലുതായി. കാര്യം എൻ്റെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എന്താണോ എന്തോ നമ്മൾ മറ്റേ ഇച്ചിരി സിനിമയിലൊക്കെ ഉള്ള പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നമ്മൾ കുറച്ചൊരു 2 വർഷമായപ്പോൾ തന്നെ എൻ്റെ ചേട്ടത്തിയും പപ്പയൊക്കെ മരിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അമ്മ മരിച്ചു. വീണ്ടും നമ്മൾ ചെറിയ ഫാമിലി ആയി. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് നമുക്ക് ഇതുവരെയായിട്ട് മാറുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അച്ഛനും അമ്മയും എന്നുമേ മിസ് ചെയ്യുന്ന. എനിക്കാണെങ്കിൽ സ്റ്റിൽ എനിക്ക് ഇങ്ങനെ ഓരോ മൊമെൻറ്റിലും സൗഭാഗ്യം പറഞ്ഞ എനിക്കും തോന്നും. സൗഭാഗ്യം പക്ഷേ എനിക്ക് മോളെ ഇത് കാണുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛനുണ്ടെന്ന് എന്ത് കാര്യമായിട്ട് നോക്കിയാൽ അല്ലേ ചേട്ടാന്ന് പറഞ്ഞാൽ അതേപോലെ എനിക്കും തോന്നും. എൻ്റെ പപ്പ എങ്ങനെയാണ് നോക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സൗഭാഗ്യയുടെ കേസിൽ എനിക്കത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ്റെ മക്കൾ എൻ്റെ ചേട്ടൻ ഇത്രയും വലുതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചേട്ടൻ്റെ മക്കളെ എൻ്റെ പപ്പ എങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ മോളെ നോക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം ഇതെൻ്റെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്, ഇതെൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. പക്ഷെ അത് ഒരു കാണിക്കാനായിട്ട് അവരില്ല. അപ്പം നമുക്ക് അതിന് പകരം വേറെ ആരെ കാണിച്ചിട്ടും കാര്യമില്ല. അതൊരു ഭയങ്കര നെഞ്ചുവേദന തന്നെയാണ്. ഗ്രാൻഡ് പേരൻസ് എന്ന് പറഞ്ഞ് കാണിക്കാൻ നമ്മൾ ഇപ്പോൾ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ മോക്ക്. അപ്പം അതൊക്കെ ഒരു വലിയ ലോസ് തന്നെയല്ലേ. എന്നാൽ പിന്നെ അമ്മൂമ്മ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മയും മരിച്ചു. അതാണ് അതിൻ്റെ അടുത്തത്. ചില ഓരോ വർഷവും നമുക്ക് ഓരോ ആൾക്കാർ നമ്മളെ വിട്ട് ഇങ്ങനെ ഈ പോയ ആൾക്കാരെല്ലാം മോളെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു. എൻ്റെ ചേട്ടത്തി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്യമ്മ ആയാ മതി മോനെ എന്ന് പറഞ്ഞു അങ്ങനെ നിന്നൊരാളാണ്. ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ് ഒക്കെ കാണിച്ച ഒരാളാണ് സിസ്റ്ററിലോ. എന്താ പറ്റിയത് ശരിക്കും? കോവിഡ് വന്ന് മരിക്കുകയാണ് ചെയ്തത്. ആണ് അത്. ഇപ്പം നമുക്ക് പണ്ട് മുതലാണെങ്കിലും ഇവരുടെ ഒരു ജനറേഷൻ എടുക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു എന്താ ബോണ്ടൊക്കെ. ശരിക്കും അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും അമ്മൂമ്മൊക്കെ ആയിട്ടുള്ള ആ ഒരു ബോണ്ട്. അപ്പം അതൊക്കെ ഇപ്പം എൻ്റെ ചേട്ടത്തി ടീച്ചറിനെ ചഞ്ചൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവർ ഭയങ്കര കമ്പനിയാണ്. ചഞ്ചൽ എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങോട്ട് കൊണ്ട് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവർ തമ്മിൽ. നമ്മൾ പറഞ്ഞിട്ടല്ല ഇത് എൻ്റെ ചേച്ചിയെ ഒന്ന് ഇഷ്ടപ്പെടണം എന്ന് ടീച്ചർ പറഞ്ഞിട്ട് അത്ര ടീച്ചർ നമ്മളെ ഫാമിലിയോട് അത്ര അറ്റാച്ച്ഡ് ആണ്. അത് മാത്രമല്ല
ചേട്ടന് ഭയങ്കര അല്ലേ, ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിലും മദറിലോ ആണെങ്കിൽ കുറച്ച് റെസ്പെക്ട് ഇല്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ, അങ്ങനെ അത്രയും എനിക്ക് മനസ്സിലായി പറഞ്ഞു, അത്രയും നമ്മളിങ്ങനെ കെയർ ചെയ്ത് നിൽക്കില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ ഭയങ്കര എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, അത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. ഇവർ കമ്പനി ആവാൻ കാരണം ഇതാണ്, ജസ്റ്റ് ഒരു മദറിലോ പോലെ അല്ലോ, അവരെപ്പോഴും ടീച്ചർ സ്റ്റുഡന്റ് ആ ഒരു വൈബ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. ചിലർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടില്ലായിരിക്കും, ആ ഒരു ഗ്യാപ്പും ഒക്കെ ഫീൽ ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ടീച്ചർ അന്നേ ഭയങ്കര സ്നേഹമായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞിലെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ്, ഞാൻ 10th സ്റ്റാൻഡേർഡ് ടീച്ചറെ കാണും. 10th സ്റ്റാൻഡേർഡിൽ വരുമ്പോഴത്തേക്ക് ടീച്ചർ എങ്ങനെ കാണും നമ്മളെ. അപ്പം ഞാൻ പറഞ്ഞ ടീച്ചറിനെ ഇങ്ങനെ അമ്മ വഴക്ക് പറഞ്ഞാൽ അപ്പം എനിക്ക് പെട്ടെന്ന് മുഖം മാറും. ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞ ഉടനെ എനിക്കിങ്ങനെ ചെറുതായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. എത്ര അഭിനയിച്ചാലും ഇങ്ങനെ ചിരിച്ചാലും ഇങ്ങനെ അറിയാതെ പഴയ മുഖത്തിലോട്ട് വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ചോദിക്കും എന്ത് പറ്റി ഇങ്ങനെ. അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറയാം, മക്കൾ പറയാൻ എന്ത് പറ്റിയെന്ന് പറയാം, ഒന്ന് ടീച്ചറിൻ്റെ അടുത്ത് പറയാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ഇതുപോലെയാണ് അമ്മ വഴക്ക് പറഞ്ഞു, അമ്മ അനാവശ്യമായിട്ട് എന്നെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഫുൾ കാര്യം ഒന്ന് പറയും. അപ്പോൾ അങ്ങനെ ടീച്ചറിൻ്റെ ഇഷ്ടം. അപ്പോൾ ടീച്ചർ എൻ്റെ തരാതെ പോയിട്ട് അമ്മയല്ലേ പറഞ്ഞ വീട്ടിൽ തന്നെ പോകണം, ഫ്രണ്ട്സിനോട് കറങ്ങരുത്, തിരിച്ച് അമ്മയുടെ തന്നെ പോകണം, മിണ്ടണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ പറയും. അപ്പോൾ അത് എൻ്റെ അമ്മയ്ക്കറിയാം ടീച്ചർ ഇങ്ങനെ പറയുന്നുള്ളത്. അപ്പം അമ്മ ഇങ്ങനെ എന്തെങ്കിലും നിന്റെ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ ടീച്ചർ അതുപോലെ പറയും, ഇവിടെ കിടന്ന് ബലം കളഞ്ഞ് നിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ്. സ്കൂളിലൊക്കെ ഭയങ്കര സീനാണോ? സ്കൂളിൽ എന്തൊരു സ്റ്റുഡിയോസ് ആയിട്ട് ഞാൻ ഇരുന്ന് പഠിക്കുന്ന പൈ അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ നേരത്തെ പറഞ്ഞു പഠിക്കുന്ന വെച്ച് ചേട്ടൻ പഠിച്ച ഇവാനിസിലാണെന്ന് ഞാൻ പറഞ്ഞു. ആരും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇവാനിസിൽ പോയി ഞാൻ പഠിച്ചെന്ന്, ഞാൻ പഠിത്തം ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ. ശരിക്കും ചേട്ടൻ ഈ സമയം പോകും കേട്ടോ, ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരാളാണ്. ചേച്ചി എത്രാം ക്ലാസ് മുതലാ ഡാൻസ് പഠിച്ചിട്ടുള്ളത്? ഞാനോ? അത് സത്യമായിട്ട് എനിക്കറിയാം. 3 വയസ്സിൽ എൻ്റെ അരങ്ങേറ്റം ആയിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു. ഈ അരങ്ങേറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഒരിക്കലും ഫ്രീ ആയിട്ടല്ല എന്ന് പറഞ്ഞു. അപ്പം ഈ 1000 rupees മേടിച്ചാലും അരങ്ങേറ്റത്തിനൊക്കെ ഒത്തിരി പൈസ ആവത്തില്ലേ? അപ്പം നമ്മൾ അതനുസരിച്ച് ചെയ്യും. ഇപ്പം ലൈവ് ഓർക്കസ്ട്ര ഒക്കെ വെക്കുമ്പോഴാണ് ഭയങ്കര എക്സ്പെൻസ് ഒക്കെ വരുന്നത്. അപ്പം നമ്മൾ അതൊക്കെ കട്ട് ഷോട്ട് ചെയ്ത് റെക്കോർഡഡ് മ്യൂസിക് ഒക്കെ വെച്ച് വെന്യൂ ഒക്കെ നമ്മൾ കുറച്ച് മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെന്യൂ ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നടത്താം. കല്യാണം തന്നെ നമുക്ക് സിമ്പിളായിട്ട് നടത്താൻ ഭയങ്കര ആഡംബരമായിട്ടുള്ള രീതിയിലും ചെയ്യാമല്ലോ, അവനവൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള അതും കൊള്ളാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നടത്തുന്നതും കൊള്ളാം. അങ്ങനെ ആണ്.